ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്നും ഒരു വ്ളോഗാണ് ഷെയർ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ സെപ്റ്റംബർ 1 തൊട്ട് മാളിലൊക്കെ കുട്ടികൾക്ക് കൂടി അലൗഡ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ 5 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഷോപ്പിങ്ങിനൊക്കെ ഒരുമിച്ച് പോയിട്ട്. അങ്ങനെ ഫസ്റ്റ് തന്നെ വന്നത് മാൾ ഓഫ് ഖത്തറിലേക്കാണ്. പിന്നെ ഞാൻ ഓരോ വ്ളോഗ് അപ്ലോഡ് ചെയ്യുമ്പോഴും കമൻസിൽ നമ്മളുടെ പേരൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ ഇമാൻ ആരാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എൻ്റെ പേര് റുക്സാന എന്നാണ്, ഹസ്ബൻഡിൻ്റെ പേര് ഷംനാസ്. ഞാൻ ചെമ്മിക്ക എന്നാണ് വിളിക്കൽ. അപ്പോൾ ഇനി അങ്ങോട്ട് വീഡിയോസിലൊക്കെ അങ്ങനെ തന്നെ പറയാം. മോളുടെ പേര് മയാസ ഇമാൻ എന്നാണ്, അവളെ മാസു എന്ന് വിളിക്കും. മോളെ നെയിമാണ് നമ്മൾ ചാനലിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഇത് മാൾ ഓഫ് ഖത്തറിലേക്കുള്ള മെയിൻ എൻട്രൻസ് ആണ്. ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് വാട്ടർ ഫൗണ്ടെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ മെയിൻ എൻട്രൻസ് വഴി അകത്തേക്ക് കയറുമ്പോഴുള്ളൊരു വ്യൂ ആണിത്. ഇവിടുന്ന് നമ്മുടെ എത്തിറാസ ആപ്പിൽ ഗ്രീൻ കോഡ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് അകത്തേക്ക് കയറ്റുന്നത്. പിന്നെ മാസ്കും മസ്റ്റാണ്. ഖത്തറിൽ നമ്മളിപ്പോൾ പുറത്ത് എവിടെ പോവുകയാണെങ്കിലും മാസ്കും എത്തിറാസ ആപ്പും മസ്റ്റാണ്. ഇവിടെ വന്നിട്ട് താഴെ ഇറക്കിയപ്പോൾ പിന്നെ മാസു എങ്ങോട്ട് പോകണമെന്ന് അറിയാണ്ട് നിൽക്കുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആയതുകൊണ്ടും പിന്നെ അധികം ആളുകളൊന്നും ഇല്ലാത്തപ്പോൾ അവളൊന്ന് ഫ്രീ ആയിട്ട് വിട്ടു. അതിൻ്റെ ഒരു ത്രില്ലിലാണിപ്പോൾ. മെയിൻ എൻട്രൻസ് കൂടി നമ്മൾ വരുമ്പോൾ ഫസ്റ്റ് തന്നെ കാണുന്ന വാട്ടർ ഫൗണ്ടെയിനാണിത്. ഇതിൻ്റെ മുകളിൽ തന്നെ വലിയൊരു ഹാങ്ങിങ് ലൈറ്റ് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൈറ്റാണ്. ഇവിടെ മാത്രമല്ല, ഈ ഒരു മാളിൽ കുറേയധികം ഇതുപോലുള്ള വാട്ടർ ഫൗണ്ടെയിൻസും ഷോസും നല്ല വെറൈറ്റി തീമിലുള്ള ഹാങ്ങിങ് ലൈറ്റ്സൊക്കെ കാണാം. കോർണിഷ് പോയതിന് ശേഷം പിന്നെ മാസുക്ക് വെള്ളം കാണുമ്പോൾ നല്ല പേടിയുണ്ട്. ചെമ്മിക്കാനും മടിയിലിരുന്നിട്ട് നോക്കുന്നുണ്ട്, അടുത്തേക്കൊന്നും പോകുന്നില്ല. പിന്നെ നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ പോകുമ്പോൾ ജസ്റ്റ് കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് എടുത്തതാണ്.
വെള്ള ഇഷ്ടമല്ലെങ്കിലും മാസുക്ക് വാട്ടർ ഷോ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല കളർഫുൾ ആയതുകൊണ്ടായിരിക്കും. വെള്ളം പൊങ്ങുമ്പോൾ കൈയും കാലൊക്കെ പൊക്കി ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. കൂടുതൽ ടൈം പിന്നെ നമ്മളവിടെ നിന്നിട്ടില്ല. ചെറിയ ഷോപ്പിംഗ് ആണെങ്കിലും അത്യാവശ്യം ടൈം എടുക്കും. അങ്ങനെ നമ്മൾ മാക്സിലേക്ക് വന്നു. മാക്സിൽ കുട്ടികളുടെ ഡ്രസ്സിനൊക്കെ നല്ല ഓഫറുണ്ട്. അവിടുന്ന് പിന്നെ മാസുക്ക് കുറച്ച് ഡ്രസ്സ് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. മാക്സിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് സെൻറ്റർ പോയിൻ്റ് ഉണ്ട്. ഇവിടെ പിന്നെ സ്പെഷ്യലായിട്ട് അങ്ങനെ ഓഫറൊന്നുമില്ല. ചെമ്മിക്കാക്ക് ടീഷർട്ട് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. പിന്നെ നമ്മളൊക്കെ കൊണ്ട് ഷോപ്പിങ്ങിനൊക്കെ വന്നു കഴിഞ്ഞാൽ വാങ്ങുന്നില്ലെങ്കിലും വെറുതെ നോക്കിയിട്ട് സമയം കളയും. പക്ഷെ ചിലപ്പോൾ ലക്കിന് ആവശ്യമുള്ളതൊക്കെ കിട്ടും. പിന്നെ ഞാൻ വേഗം തന്നെ എത്തുന്നത് ബേബി സെക്ഷനിലായിരിക്കും. നല്ല ക്യൂട്ടായിട്ടുള്ളതൊക്കെ കാണുമ്പോൾ ആവശ്യമില്ലെങ്കിലും വാങ്ങിച്ചു പോകും. അങ്ങനെ അവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു. ഇനി കാരിഫോറിന് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പോഴേക്കും മാസൂനൊക്കെ നന്നായിട്ട് വിശന്നിട്ടുണ്ട്. കുബൂസ് കണ്ടപ്പോൾ പിന്നെ അതും കാണിച്ചിട്ട് കരച്ചിലും തുടങ്ങി. തൽക്കാലം ഒരു ചിപ്സ് വാങ്ങിച്ചു കൊടുത്തപ്പോൾ അതും കഴിച്ചിട്ട് ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടുന്നും ഇറങ്ങി. എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ട്. പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കൈയൊക്കെ ഒന്ന് സാനിറ്റൈസ് ചെയ്യാണ്. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ പോകണമല്ലോ. മാസൂന് നല്ല ഇഷ്ടമാണ് ഇതുപോലെ സാനിറ്റൈസർ യൂസ് ചെയ്യാൻ. അധികം യൂസ് ചെയ്യുന്നത് നല്ലതല്ലെന്നാണ് പറയുന്നത്. പക്ഷെ അത്യാവശ്യം ഇതുപോലെ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാതിരിക്കാനും പറ്റില്ലല്ലോ. ഫസ്റ്റ് ഫ്ലോറിലാണ് ഫുഡ് കോർട്ട്. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാനാണ് പോകുന്നത്.
അപ്പോൾ ഇതാണ് ഫുഡ് കോർട്ട്. നല്ല വ്യൂ ആണ് ഇവിടെ, മുകളിലും താഴെയൊക്കെ ആയിട്ടുണ്ട്. സെൻട്രലായിട്ട് ഒരു സ്റ്റേജും വാട്ടർ ഷോ ഒക്കെ ഉണ്ട്. ഫുഡ് കോർട്ടിൽ നല്ല തിരക്കും ഉണ്ട് കേട്ടോ. ഇത് സിനിമ ആണ്. ഫുഡ് കോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് സിനിമ ഉള്ളത്. ഫുഡിന് എല്ലായിടത്തും നല്ല തിരക്കുണ്ട്. നമ്മൾ മെക്കിന്ന് ബർഗർ ഓർഡർ ചെയ്തു. ഇവിടെയും നല്ല വെയിറ്റിംഗ് ആണ്. അങ്ങനെ ഫുഡൊക്കെ കിട്ടി. പിന്നെ ഇവിടെ അല്ലക്കറുണ്ട്, അപ്പോൾ അവിടെ നിന്നൊരു കുനാഫയും കൂടി വാങ്ങിച്ചു. ചെമ്മിക്ക ബീഫ് ബർഗറും ഞാനും മാസും നോർമൽ ചിക്കൻ ബർഗറുമാണ് കഴിച്ചത്. അല്ലക്കറിലെ കുനാഫിനെ പറ്റിയിട്ട് നമ്മൾ മുമ്പൊരു വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. കുനാഫ നമ്മൾ സൽവാർ റോഡിലുള്ള അല്ലക്കറിന് കഴിക്കുമ്പോൾ ചെറിയൊരു ചൂടോടെ ഫ്രഷ് ആയിട്ട് സെർവ് ചെയ്യലുണ്ട്. ഇതങ്ങനെ ചൂടൊന്നും ഇല്ലെങ്കിലും ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല, നല്ല കിടിലൻ ടേസ്റ്റ് തന്നെയാണ്.
ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. മാൾ ഓഫ് ഖത്തറിലേക്ക് വരാൻ ഏറ്റവും ബെസ്റ്റ് മെട്രോ ആണ്. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെയാണ് മെട്രോ സ്റ്റേഷൻ വരുന്നത്. അതുപോലെ ഒരു ബ്രിഡ്ജ്, മെട്രോ സ്റ്റേഷനിൽ നിന്ന് മാൾ ഓഫ് ഖത്തറിലേക്ക് ഒരു ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പാർക്കിങ്ങിനെ പറ്റിയിട്ടും അതുപോലെ വരുമ്പോഴുള്ള ട്രാഫിക് ഒന്നും ടെൻഷൻ ഇല്ലാതെ വരാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.